ഒന്നാം സങ്കീർത്തനം ആരെഴുതി എന്നത് വ്യക്തമല്ല. ആത്മീക ജീവിതം വിജയപൂർവ്വം നയിക്കുക എന്നത് ഓരോ ദൈവവിശ്വാസിയുടെയും വെല്ലുവിളിയാണ്. ഇന്ന് അതിശക്തനാണെങ്കിൽ നാളെ ശക്തി നഷ്ടപ്പെട്ടവനാകാം. നിരവധി കാരണങ്ങളാകാം വിശ്വാസിയായി നിൽക്കുന്നതിന് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നത്. ഇതിനൊരു പരിഹാരമില്ലേ? എങ്ങനെ എനിക്ക് യേശുവിൻ്റെ സ്നേഹത്തിൽ എരിവ് കുറയാതെ നിൽക്കാൻ സാധിക്കുക? ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും. എത്ര ആത്മീകനാണെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ കാണും. നല്ല ഒന്നാന്തരം ആരാധനയും ക്രിസ്തീയ സന്തോഷവും അനുഭവിച്ച് വിജയിയെപ്പോലെ നടക്കുമ്പോൾ ഈ കൂട്ടുകാരനോ കൂട്ടുകാരിയോ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മോട് പറയും, സുഹൃത്തേ വാ, ഈ പാപത്തിൻ്റെ വാതിലൂടെ അകത്തേക്കൊന്ന് കയറിക്കേ, നിനക്കിഷ്ടപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നറിയാമോ? അങ്ങനെ പ്രലോഭിപ്പിച്ച് പാപത്തിൻ്റെ വാതിലൂടെ അവരെ അകത്ത് കയറ്റുന്നു. പാപത്തിൻ്റെ മട്ടുവരെ ഊറ്റിക്കുടിച്ച് കറപുരണ്ട പാപിയായി നീ വെളിയിലേക്ക് ഇറങ്ങുന്നു. തെറ്റ് ചെയ്തു പോയി എന്ന് നിലവിളിച്ച് നീ കരയുന്നു. വീണ്ടും നിന്റെ ആത്മീക ജീവിതം ഒന്നേന്ന് തുടങ്ങണം. സഹോദര സഹോദരി, നിനക്ക് അവരുടെ ആലോചന പ്രകാരം നടക്കാൻ പാടില്ലായിരുന്നു. അവരുടെ വഴിയിൽ നിൽക്കാനും പാടില്ലായിരുന്നു. ഇരിക്കാനും ശ്രമിക്കരുതായിരുന്നു. മറിച്ച് എന്തു ചെയ്യണമായിരുന്നു? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ തിരുവചനം വായിക്കുക. പുതിയ നിയമ പുസ്തകങ്ങൾ നിരന്തരം വായിക്കുക. പറ്റുമെങ്കിൽ മറ്റൊരാളോട് സുവിശേഷം പറയുക. അങ്ങനെ ദൈവത്തിൻ്റെ വചനങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു നിൽക്കാമോ അതെല്ലാം ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്തു സംഭവിക്കുമെന്നറിയാമോ? മൂന്നാം വാക്യത്തിൽ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നീ ചെയ്യുന്നത് ദൈവം സാധിപ്പിക്കും. നിന്നിൽ നിന്നും മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് നിന്നോട് പ്രീതിയുണ്ടാകും. ദൈവം നിന്നോട് സംസാരിക്കുകയും നീ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്യും. എന്നാൽ നീ അത് ചെയ്യുന്നില്ലെങ്കിൽ നിന്നെ ദൈവം ദുഷ്ടനെന്ന് ഉദാഹരണം പറയും. പാപികളുടെ പരാജയത്തിന് ഉപമയുണ്ടാക്കാൻ നിന്റെ ജീവിതത്തെ ദൈവം ഉപയോഗപ്പെടുത്തും. നാലാം വാക്യം, ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. ഈ ദുഷ്ടനെന്ന് നാം ആരെയാണ് പരിഗണിക്കേണ്ടത്? സാധാരണ ദാവീദ് ഇബ്രാഹിമിനെയോ ബിൻലാദിനെയോ ഒക്കെയാണ് ഈ ദുഷ്ടനെന്ന് ആൾക്കാർ പറയുന്നത്. പലരും അങ്ങനെയാണ്. നമ്മിൽ നിന്നും വിദൂരത്തിലുള്ള ആളുകളെ ദുഷ്ടനായി കരുതത്തുള്ളൂ. നമ്മുടെ തെറ്റുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. നീ മറ്റുള്ളവരെ സ്നേഹിക്കാത്തവനാണെങ്കിൽ നീ ദുഷ്ടനാണ്. സഹോദരനെയോ കൂട്ടുവിശ്വാസിയെയോ കൂട്ടുകാരനെയോ അവർക്കെതിരെ ദോഷം നിരൂപിക്കുകയാണെങ്കിൽ നീ ദുഷ്ടനെന്നേ ദൈവം കരുതത്തുള്ളൂ. മറ്റുള്ളവനെ നിന്റെ സ്വാധീനം ഉപയോഗിച്ച് വേദനിപ്പിക്കുകയാണെങ്കിൽ നീ ദുഷ്ടനാണ്. നീ ചെയ്യുന്ന പ്രവൃത്തിയെ ശോധന ചെയ്ത് വേഗത്തിൽ നന്മയിലേക്ക് കടന്നു വരിക. ദൈവത്തെ അന്വേഷിക്കാത്ത ദുഷ്ടതയെ താലോലിക്കുന്ന നീ കാറ്റത്ത് പറന്നു പോകുന്ന പതിരുപോലെയുള്ളൂ. നിന്റെ സകലതും ദൈവമില്ലാതെയാക്കും. ആകയാൽ ദുഷ്ടന്മാർ, അഞ്ചാം വാക്യം, ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. ആവശ്യമില്ലാത്ത കേസിൽ നീ അകപ്പെടും. നീ നിരപരാധി എന്ന് വാദിച്ചാലും നീ വിജയിക്കുകയില്ല. ജയില് നിനക്ക് വേണ്ടി തുറന്നു കിടക്കും. നീ ബലഹീനനും പരാജയപ്പെട്ടവനും ആരോഗ്യം നഷ്ടപ്പെട്ടവനും രോഗബാധിതനും നിന്ദിതനുമായി തീരും. ജോലിയിൽ നിന്ന് നിന്നെ പിരിച്ചുവിടും. നീ യാത്ര ചെയ്യുന്ന വാഹനത്തിന് യാതൊരു സുരക്ഷയും ഉണ്ടാകത്തില്ല. നിന്നെ പാർപ്പിക്കുന്ന ഭവനം കടബാധ്യത പേറും. നിന്നെ സഹായിക്കുന്നവർ അനുഗ്രഹം നഷ്ടപ്പെട്ടവരാകും. നീ ലോകത്തിന് ബാധ്യതയാകും. ഇന്നല്ലെങ്കിൽ നാളെ, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നവനോ
ഇങ്ങനെ എഴുതിയിരിക്കുന്നു 6-ാം വാക്യത്തിൽ, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, അവൻ്റെ സകല യാത്രയിലും ദൈവം അവൻ്റെ കൂടെ ഉണ്ടാകും. അവൻ്റെ പരാജയവും വിജയവും അവന് നന്മയ്ക്കായിട്ട് ഭവിക്കും. അവൻ്റെ നഷ്ടങ്ങൾ അവൻ്റെ സുരക്ഷയ്ക്കായിട്ട് ദൈവം ചെയ്യുന്നതാകും. അവൻ്റെ അനുഗ്രഹം അതാത് സമയത്ത് അവനിൽ വന്നു ചേരും. ദൈവം അറിയാതെ ഒന്നും അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. അവൻ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ അവൻ ഇരുവശവും യാത്ര ചെയ്യും. അവൻ വീഴുമ്പോൾ ദൈവം അവനെ താങ്ങും. നീ ദൈവത്തിന് പ്രീതിയുള്ളവനാകും, നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. പ്രിയ ദൈവമക്കളെ, നാം ചെയ്യുന്ന പ്രവർത്തനത്തിൽ ദുഷ്ടതയുണ്ടെങ്കിൽ നിന്റെ വഴി നാശകരമാകും. ക്യാൻസർ പിടിച്ച കോശം പോലെ പതിയെ പതിയെ പടർന്നുകൊണ്ടേയിരിക്കും. നീ പലപ്പോഴും വിശുദ്ധിയുടെ കുടപിടിച്ചായിരിക്കാം ആരെയെങ്കിലും ദ്രോഹിക്കുന്നത്. എന്നാൽ ദൈവം നിന്റെ ഹൃദയത്തെ ശോധന ചെയ്യുമ്പോൾ നീ കാപട്യം നിറഞ്ഞവനാണെന്നും ദൈവത്തിന് ഗുണമില്ലാത്തവനാണെന്നും നിന്നെ കരുതപ്പെടും. കാരണം യേശു പാപികളെ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ നീതിയുടെ ചിന്താഗതിയിലായിരിക്കാം ദുഷ്ടത പ്രവർത്തിക്കുന്നത്. പക്ഷേ ദൈവത്തിന് അത് ഇഷ്ടമല്ല. നിനക്ക് പരാജയം സംഭവിക്കും. ദൈവം സ്നേഹമാകുന്നു. നാമം സ്നേഹിക്കുന്നവരാകുക, നന്മ ചെയ്യുന്നവരായി മാറുക. അല്ലെങ്കിൽ ദൈവം നമ്മുടെ വഴിയെ നാശകരമാക്കും. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.